ഒരു നീറ്റ് ആസ്പിരൻ്റ് ആയിട്ടുള്ള വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള 4 മാസം ഏറ്റവും ക്രൂഷ്യൽ ടൈമാണ്. ഈ സമയത്ത് നമ്മൾ സ്മാർട്ട് വർക്ക് ചെയ്യണം. ഈ സ്മാർട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു നീറ്റ് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ 3 കാര്യങ്ങളാണ് വേണ്ടത്. ഫസ്റ്റ്, തിയറി കോൺസെപ്റ്റ് വേണം. 2, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യണം. 3, മോഡൽ എക്സാമിനേഷൻ എഴുതി നമ്മളെ കറക്റ്റ് നീറ്റ് എക്സാമിനേഷൻ്റെ ടോപ്പ് റാങ്കിൽ എത്തത്തക്ക രീതിയിൽ നമ്മളെ കറക്റ്റ് ചെയ്യണം. ഈ 3 കാര്യങ്ങളിലൂടെയാണ് നീറ്റ് എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷൻ മുന്നോട്ട് പോകേണ്ടത്. എങ്കിൽ ഈ ഫൈനൽ ലാപ്പിൽ എത്തി നിൽക്കുന്ന സമയത്ത് വിദ്യാർത്ഥികളോട് ഏറ്റവും കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, ഇനിയുള്ള സമയത്ത് മുഴുവൻ തിയറി പോർഷൻസ് പഠിച്ചു കഴിഞ്ഞോ, അല്ലെങ്കിൽ മുഴുവൻ ക്വസ്റ്റ്യൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞോ എന്നുള്ള ടെൻഷൻ മാറ്റി വെച്ചിട്ട് ഇനി നിങ്ങൾക്കൊരു ട്രിക്കി പാറ്റേണിൽ പോകാം. ദാറ്റ് ഈസ് മോഡൽ എക്സാമിനേഷൻസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡി. നിങ്ങൾക്കതിന് ചെയ്യേണ്ട ഒരു കാര്യം, ഏറ്റവും നല്ല ക്വസ്റ്റ്യൻസ് ഉള്ള മോഡൽ എക്സാമിനേഷൻസ് അറ്റൻഡ് ചെയ്യുക. ആൽഫ അക്കാഡമിയിലെ ജീനിയസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ടോപ്പ് റാങ്കിലേക്ക് വിദ്യാർത്ഥികൾ എത്തുന്നത് നമ്മുടെ മോഡൽ എക്സാമിനേഷൻ സീരീസിലൂടെയാണ്. നമ്മുടെ എക്സാമിനേഷൻ്റെ സീരീസ് നിങ്ങൾ കണ്ടു മനസ്സിലാക്കുക, എക്സ്പീരിയൻസ് ചെയ്യുക. ഏറ്റവും ടോപ്പ് ഫാക്കൽറ്റീസ് പ്രിപ്പയർ ചെയ്യുന്ന വെരി സിമിലർ ക്വസ്റ്റ്യൻസിൻ്റെ മോഡൽ എക്സാമിനേഷനാണ് ആൽഫ അക്കാഡമി കണ്ടക്ട് ചെയ്യുന്നത്. തീർച്ചയായും മോഡൽ എക്സാമിനേഷനിലൂടെയും നമുക്ക് പഠിക്കാം. തിയറി മുഴുവൻ പഠിച്ചു തീർന്നില്ല എന്നുള്ള ടെൻഷനിൽ നിൽക്കുകയാണോ, ക്വസ്റ്റ്യൻസ് ചെയ്തില്ല എന്നുള്ള ടെൻഷനിൽ നിൽക്കുകയാണോ, അവിടെ മാറ്റിവെക്ക്. എന്നിട്ട് ഇപ്പം മുതൽ മോഡൽ എക്സാമിനേഷൻസ് അറ്റൻഡ് ചെയ്ത് തുടങ്ങുക. യൂണിറ്റ് ടെസ്റ്റുകളായി മോഡൽ എക്സാമിനേഷൻസ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. പാർട്ട് ടെസ്റ്റുകളായി മോഡൽ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്ത് തുടങ്ങുക. ഫുൾ മോഡൽ എക്സാമിനേഷൻസ് അറ്റൻഡ് ചെയ്യുക. ഈ 3 രീതിയിലൂടെ യൂണിറ്റ് ടെസ്റ്റുകളും പാർട്ട് ടെസ്റ്റുകളും ഫുൾ മോഡൽ എക്സാമിനേഷൻസും എഴുതി ഈ എക്സാമിനേഷനെ ബേസ് ചെയ്ത് നാം പഠിക്കുക. ഓരോ ദിവസവും നമ്മൾ എക്സാമിനേഷൻ എഴുതണം, അല്ലെങ്കിൽ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ എക്സാമിനേഷൻ എഴുതണം. ആ ഓരോ ക്വസ്റ്റ്യനിലും ചോദിച്ചിരിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ കോൺസെപ്റ്റുകൾ നമ്മൾ ക്ലിയർ ആക്കണം. മിസ്റ്റേക്കുകളെ കറക്റ്റ് ചെയ്യണം. അങ്ങനെ ഒരു എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ 180 ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഉള്ള 4 മാസം കൊണ്ട് മിനിമം 100 എബവ് മോഡൽ എക്സാമിനേഷൻസ് എഴുതിയാൽ, ആ ഓരോ ക്വസ്റ്റ്യൻസിൻ്റെയും കോൺസെപ്റ്റിനെ പഠിക്കാൻ തയ്യാറായാൽ, മിസ്റ്റേക്കുകളെ കറക്റ്റ് ചെയ്യാൻ തയ്യാറായാൽ, ക്വസ്റ്റ്യൻ ഓറിയൻറ്റഡായി മോഡൽ എക്സാമിനേഷൻസ് ഓറിയൻറ്റഡായി നിങ്ങൾക്ക് നീറ്റ് എക്സാമിനേഷനിൽ ടോപ്പ് പൊസിഷനിലെത്താം. അപ്പോൾ നീറ്റ് എക്സാമിനേഷന് വിൻ ചെയ്യാൻ എനിക്ക് മുഴുവൻ തിയറിയും അറിയാമോ എന്നുള്ളതൊന്നും ഇതിലൊരു ഫാക്ടറല്ല. നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് മുന്നോട്ട് പോകാൻ, സ്മാർട്ട് വർക്ക് ചെയ്യാൻ, നീറ്റ് എക്സാമിനേഷൻ എഴുതുന്ന സമയത്ത് ഒരല്പം മാർക്ക് കുറഞ്ഞതുകൊണ്ട് ടെൻഷനൊന്നും വേണ്ട. കാര്യം, ഏറ്റവും നല്ല ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിനേഷൻ എഴുതുന്നതെങ്കിൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടണമെന്നില്ല. പക്ഷേ ആ ക്വസ്റ്റ്യൻസ് നാം പഠിക്കണം, അത് നാം പ്രാക്ടീസ് ചെയ്യണം. അതേ സിമിലർ ക്വസ്റ്റ്യൻസ് ഇനിയും ചോദിച്ചാൽ എനിക്ക് 100% കിട്ടത്തക്ക രീതിയിൽ നമ്മുടെ മെമ്മറിയെ കറക്റ്റ് ചെയ്യണം. നല്ല ക്യാപ്സ്യൂൾ നോട്ടുകൾ പ്രിപ്പയർ ചെയ്യണം, അത് വെച്ച് റിവൈസ് ചെയ്യണം. അങ്ങനെ മുന്നോട്ട് പോവുക. ഒരു സ്മാർട്ട് സ്റ്റഡിയാണ് ഇത് വേണ്ടത്. നമ്മുടെ വീക്ക്നെസ് കറക്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്മാർട്ട് സ്റ്റഡി, ടൈം മാനേജ് ചെയ്തുകൊണ്ടുള്ള സ്മാർട്ട് സ്റ്റഡി, മോഡൽ എക്സാമിനേഷൻസ് അറ്റൻഡ് ചെയ്തുകൊണ്ടുള്ള സ്മാർട്ട് സ്റ്റഡി. അതായത് നീറ്റ് എക്സാമിനേഷൻ ഹാളിൽ നമുക്ക് 180 ക്വസ്റ്റ്യൻസ് 180 മിനിറ്റ്സ് കൊണ്ട് ആൻസർ ചെയ്യണം. അപ്പോൾ ആ എക്സാമിനേഷൻ ടൈമിൽ ഞാൻ കണ്ടതുപോലെയുള്ള, പരിചയപ്പെട്ടതുപോലെയുള്ള നല്ല ക്വസ്റ്റ്യൻസ് തന്നെയാണ് നീറ്റ് എക്സാമിനേഷൻ വരുന്നതെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് വിൻ ചെയ്യാൻ സാധിക്കത്തില്ലേ? അതിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ നാം എന്ത് ചെയ്യുക? മോഡൽ എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ ശ്രമിക്കുക. ആൽഫ അക്കാഡമിയുടെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോഡൽ എക്സാമിനേഷൻസ് നിങ്ങൾക്ക് അതിന് പ്രയോജനപ്പെടുത്താം. ആൽഫയുടെ ജീനിയസ് ടെസ്റ്റ് സീരീസിലൂടെ ധാരാളം വിദ്യാർത്ഥികൾ നീറ്റ് എക്സാമിനേഷന് മോഡൽ എക്സാമിനേഷൻ എഴുതുന്നുണ്ട്. ആ വിദ്യാർത്ഥികളോട് ചോദിക്കുക, ആൽഫ അക്കാഡമിയിലെ റിപ്പീറ്റർ കുട്ടികളോട് ചോദിക്കുക, ആൽഫ ജീനിയസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലെ ഫസ്റ്റ് ചാൻസിൽ എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളോട് ചോദിക്കുക, നമ്മുടെ ക്വസ്റ്റ്യൻസിൻ്റെ എക്സാമിനേഷൻ്റെ സ്റ്റാൻഡേർഡ് എന്താണെന്ന് അവർ പറയും. ആ ബെസ്റ്റ് എക്സാമിനേഷൻ സീരീസുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക്
പഠനത്തിനെ ക്രമീകരിക്കാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നീറ്റ് ക്രാക്ക് ചെയ്യണം, അതിനൊരു സ്ട്രാറ്റജി വേണം. രണ്ട് രീതിയിലുള്ള സ്ട്രാറ്റജി പറഞ്ഞു. ഒന്നുകിൽ തിയറി മുഴുവൻ പഠിച്ച് ക്വസ്റ്റ്യൻസും ചെയ്ത് നീറ്റിനെ ക്രാക്ക് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഇനിയുള്ളൊരു ഫൈനൽ മൊമെന്റിൽ നീറ്റിനെ ക്രാക്ക് ചെയ്യാനുള്ള ഏറ്റവും സ്മാർട്ട് സ്റ്റഡി മെത്തേഡാണ് മോഡൽ എക്സാം സീരീസിലൂടെയുള്ള ഒരു സ്റ്റഡി അപ്രോച്ച്. ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് സാധിക്കട്ടെ. ആ മോഡൽ എക്സാമിനേഷൻ നിങ്ങൾക്ക് എഴുതണോ? അപ്പൊ അതുകൊണ്ട് ആൽഫയിലെയും ജീനിയസിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും മോഡൽ എക്സാമിനേഷൻസ് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. മോഡൽ എക്സാമിനേഷൻ എഴുതുമ്പോൾ സമയം പോവുകയാണല്ലോ, അത്രയും സമയം കൂടെ എനിക്ക് പഠിക്കാമല്ലോ, ആ ചിന്ത മാറ്റിവെച്ചിട്ട് എക്സാമിനേഷൻസ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നതെല്ലാം കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യണം. അതിനുശേഷം ആ ക്വസ്റ്റ്യൻ പേപ്പർ കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യണം. ഇനി ആൽഫയിലോ ജീനിയസിലോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കാതിരിക്കുന്ന വിദ്യാർത്ഥികളാണോ, നിങ്ങൾ ഇന്ന് തന്നെ ആൽഫയുടെ ടെസ്റ്റ് സീരീസിൽ ജോയിൻ ചെയ്യുക. സൗജന്യമായും പഠിക്കാം, ഫീസ് പേ ചെയ്തും പഠിക്കാം. ഈ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് 2026 നീറ്റ് എക്സാമിനേഷന്റെ ടോപ്പറാകാൻ കൃത്യമായ സ്ട്രാറ്റജിയോടെ സ്മാർട്ട് വർക്ക് ചെയ്ത് പഠിച്ച് വിജയിക്കുന്ന വിദ്യാർത്ഥികളായി മാറുക. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ ആൽഫ അക്കാഡമി കൂടെയുണ്ടത്. ചെയ്യേണ്ടത് ഒറ്റ മാത്രം, ആൽഫയിലേക്ക് ഒരു കോൾ വിളിക്കുക. സപ്പോർട്ടുമായി എക്സ്പേർട്ട് കോർഡിനേറ്റേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ, ഗൈഡ് ചെയ്യാൻ, വിജയത്തിലേക്ക് കൈപിടിച്ച് നടത്താൻ കൂടെ ഉണ്ടാവും. ഓൾ ദ ബെസ്റ്റ്.